ആ വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. അപ്പം നമ്മൾ ഒരു ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻസ്പയർ മാതൃക എന്നൊക്കെ തോന്നുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണ്ടേ. കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട എനിക്കത് മനസ്സിലാവുന്നില്ല. അതെനിക്ക് വലിയ പേഴ്സണലി അതിന് മ്ലേച്ഛമായിട്ട് തോന്നി. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. കാമ്പില്ല, അല്ലെങ്കിൽ ഡീപ്പായിട്ടൊരു തിങ്കിങ് പോകുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളിൽ, ഐ മീൻ യങ് ജനറേഷനിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാവരെയും അല്ല, കുറേ പേർക്ക് തീർച്ചയായിട്ടും ഈ കാമ്പും കഴമ്പും ഒന്നുമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പിന്നെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കൊലയും കൊള്ളയും ചെയ്യാനും ഡ്രഗ്സ് അടിച്ച് ജീവിതം പാഴാക്കി നടക്കാനും പറ്റുന്നത്. ഇപ്പോൾ നിലവാരമില്ലായ്മയെ പറ്റി പറയുമ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾ പലപ്പോഴും ഇവരിൽ അങ്ങനെ നിലവാരമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവർ സ്വയം പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ് ഓരോ സിനിമയും റിലീസാകുമ്പോൾ വളരെ എൻ്റർടൈനിങ് ആയിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ എൻ്റെ അത്രയും റീച്ചില്ല സോഷ്യൽ മീഡിയ പേജുകളിൽ, എന്നാൽ എനിക്കതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ആസ് എ സെലിബ്രിറ്റി, ആളുടെ സ്റ്റേച്ചർ അവരിലേക്കാളൊക്കെ ഒരുപാട് മുകളിലാണെന്നാണ്. അതിന് അദ്ദേഹത്തിന് ആവേശം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇട്ടും അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കൊക്കെ വിളിച്ചിട്ടുള്ളൊരു ജനമാണ്. അപ്പം ആഘോഷിക്കേണ്ടത് ആരെയാണ്, എന്തിൻ്റെ പേരിലാണ് എന്ന് മറന്നു പോകുന്നൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്നാണോ ഫിറോസ് വിചാരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിന് മാത്രം, നമ്മൾ സോഷ്യൽ മീഡിയ മാത്രം അത് പറയേണ്ട, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒതുങ്ങുന്നതല്ലല്ലോ ഈ കാര്യങ്ങൾ. ഈ ഇപ്പം അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞ് മറ്റേ കോമഡിയൊക്കെ ഈ സിനിമകളൊക്കെ വരുമ്പം, അപ്പോൾ പുള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാനിങ്ങനെ കാണിച്ചാൽ ഇത്രയും ആൾക്കാർ എനിക്ക് പിന്നാലെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അയാളാണോ മണ്ടൻ, അയാളെ പിന്നെ നടക്കുന്നവരാണോ മണ്ടൻ? അപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് ഇത്രയും റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. ഇത്രയും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ടതാണ് സമയമെന്ന് പറയുന്നത്. ആ സമയം എന്തിനാണ് അപ്പോൾ അയാൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്? അതുകൊണ്ടല്ലേ അയാൾ റീച്ചായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ പേരിപ്പോൾ ഈ സദസ്സിൽ നിങ്ങൾ ഉപയോഗിക്കാനും കാരണം. അപ്പോൾ അയാൾ വിജയിച്ചു എന്നാണ് അതിനർത്ഥം, ഇല്ലേ? എത്രയോ പേരുണ്ട്, എന്നിട്ട് ഇപ്പോൾ ആ പേര് നിങ്ങളിവിടെ ഉപയോഗിച്ചില്ലേ? അതിനർത്ഥം അയാൾ വിജയിച്ചു എന്നാണ്. അയാളുടെ ആസ്പെക്റ്റിൽ അയാൾ വിജയിച്ചു, ദാറ്റ്സ് ഓൾ. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ കുറച്ച് വികൃതമാണ്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കുറച്ച് ബിസൈറായിട്ട് തോന്നുന്ന ഒരു കണ്ടൻറ്റ് അങ്ങനെ ചെയ്യുന്ന ആളുകളെ വളരെയധികം ഗംഭീരമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ പറയാം, നന്നായിട്ട് ശ്രുതിയും സംഗീതത്തെയൊക്കെ പറ്റി അറിഞ്ഞുകൊണ്ട് ഒരാൾ പാട്ട് പാടുന്നു. അതിന് ആ റീൽസിന് കിട്ടുന്ന വ്യൂസ് ചിലപ്പോൾ 1000-ന് താഴെ ആയിരിക്കും. എന്നാലൊരു പാട്ടിനെ എത്രത്തോളം വികലമാക്കി, എത്രത്തോളം സ്വരശുദ്ധിയില്ലാതെ പാടാം, ആ പാട്ട് പാടുന്ന ആൾക്കും ആ അക്കൗണ്ടിന് വലിയ റീച്ചാണ്. അപ്പം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊരു ഒരു ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊരു വ്യക്തതയില്ലായ്മ ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കഴിവ് വേണ്ട ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രേറ്റ് ആകപ്പെടാൻ അങ്ങനെ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ കുട്ടികൾ ജനിക്കുന്നു, നല്ല സുന്ദരമായിട്ട് കുട്ടികളൊക്കെ ജനിക്കും, ആരോഗ്യമുള്ള കുട്ടികളൊക്കെ ജനിക്കുന്നു. ഒരു 2 തലയും 4 കൈയും ഒക്കെ ആയിട്ടൊരു വികൃതമായിട്ടൊരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ അതിനെ കാണാനൊരു കൗതുകത്തോടെ ആൾക്കാർ തടിച്ചുകൂടില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചില വികൃതമായ കാര്യങ്ങൾ, നമ്മൾ ഇത്രയും നാളുകൾ കാണാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ ആൾക്കാരുടെ ഒരു തടിച്ചുകൂടി ഒരു കൗതുകം, അത്രേ ഉള്ളൂ. അതൊന്നും ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യില്ല. സസ്റ്റെയിൻ ചെയ്യില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഇത്ര പാട്ടുകാരുടെ കാര്യം, ഇപ്പം നല്ല നല്ല പാട്ടുകാർ നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്ന സാധനം ലോങ് ടൈം നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക, സാധനം ലോങ് ടൈം നമ്മൾ കാണാൻ ആഗ്രഹിക്കുക കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് പഴയ പാട്ടുകൾ പോലും നമ്മൾ എടുത്തിട്ടെന്ന് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ പിന്നീട് കാണുമോ? ഇല്ല. അത് ആ സമയത്തുള്ള ഓളത്തിനങ്ങ് തീരും. അത് ഈ കൗതുകം പോലെയാണ്. അതൊന്നും ഇതുമായിട്ട് നമ്മുടെ ഒരു ടാലൻറ്റഡ് സാധനമായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഫിറോസ് ബിഗ് ബോസ് ഷോയുടെ അടുത്ത സീസണിൻ്റെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു സീസണിൻ്റെ ഷോ ഡയറക്ടറായി മാറുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബിഗ് ബോസിൽ വരുന്നത്? ഞാൻ അത്യാവശ്യം എന്താകണം എന്ന് ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും അതിലോ എത്തിച്ചേരാൻ പറ്റുന്നൊരു സാധനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിനോട് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ ആകാനൊരു ആഗ്രഹം എനിക്കില്ല. ഓക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് നമുക്ക് നല്ലൊരു ഫെയിം തന്നു. ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. എനിക്കതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നും ബിഗ് ബോസുമായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തുടക്കത്തിൽ ചെയ്ത ഭയങ്കര റേറ്റിംഗുള്ളൊരു പ്രോഗ്രാമായിരുന്നു, ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ തുടക്കമായിരുന്നു അത്, ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. അന്ന് ആ പ്രോഗ്രാം കണ്ട പലരും ഇന്നും ആ പ്രോഗ്രാമിനെ കുറിച്ച് ഇന്നും ചോദിക്കുന്നുണ്ട്. കാരണം അത്രമേൽ ആൾക്കാരുടെ ഹൃദയത്തിൽ കയറിയ ഒരു പ്രോഗ്രാം, ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു അത്. അപ്പോൾ ആ ഡേഞ്ചറസ് ബോയ്സിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഞാനത് നിർത്തിയത്. 2 വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ആ ചാനൽ റേറ്റിങ്ങിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്ത്
എനിക്ക് നിർത്തണമെന്ന് തോന്നി ഞാൻ നിർത്തിയൊരു സാധനമാണത്. പിന്നെ ഞാൻ അതിൻ്റെ തുടർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഡേഞ്ചറസ് ബോയ്സ് തിരിച്ചു കൊണ്ടുവരാമെന്ന്. അത് എൻ്റെ ഇൻട്രസ്റ്റാണത്. ഞാൻ ഹാപ്പിയായിരിക്കുന്ന, ഞാൻ കംഫർട്ടായിരിക്കുന്ന സാധനങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ബിഗ് ബോസ് എന്നും ഞാൻ ബിഗ് ബോസ് ചെയ്യത്തില്ല. ഓക്കെ. ബിഗ് ബോസ് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, വളരെ ആസ്വദിച്ചു. അതിൻ്റേതായ ഒരു ഷോ മേക്കർ എന്ന രീതിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ, റേറ്റിംഗ് എല്ലാം നേടിക്കൊടുത്തു. എന്നെ അതുകൊണ്ട് തന്നെ ചലഞ്ചറായിട്ടും എന്നെ വിളിച്ചു. ഇനിയും അതിൻ്റെ ഇങ്ങനെ പിന്നിൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മളങ്ങനെ ഒരു സാധനം ചെയ്താൽ പിന്നെ വിജയിച്ചാൽ അതേന്നും പറഞ്ഞ് നടക്കണ്ട, അടുത്ത സാധനങ്ങളിലേക്ക് പോകും. അത് ചിലപ്പോൾ പരാജയമാവും. ആ പരാജയത്തിലൊരു സുഖമുണ്ട്. ഒരു പരാജയം വന്നാലേ അടുത്ത ഒരു വിജയത്തിലുള്ളതിന് വിജയം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പരാജയം ഉണ്ടെങ്കിൽ അടുത്തതിന് വിജയം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പരാജയമല്ലേ ഒരേ കണക്ക് പോകണമെങ്കിൽ അതെങ്ങനെ വിജയമാവുന്നത്? ഈ അഖിൽ മാരാർ ഒഴികെ ബാക്കി ബിഗ് ബോസിൽ വിജയിച്ച ആളുകൾക്കൊന്നും അതിനുള്ള അർഹതയില്ല എന്നുള്ളൊരു വിമത അഭിപ്രായമുണ്ട്. അതിനെപ്പറ്റി ഫിറോസ് എന്താ വിചാരിക്കുന്നത്? അത് എനിക്കും അതിനോട് ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ ജനം കൈയടിക്കുന്നവർക്ക് ഒന്നുമല്ല സത്യത്തിൽ അതിൽ കപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ ബിഗ് ബോസ് ചരിത്രം എടുത്താൽ. ഇപ്പം എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഒരു സീസണിലേ ഉള്ളൂ. അഖിൽ ഓൾറെഡി അത് ഡിസേർഡ് ആയിട്ടുള്ളൊരു കക്ഷി ആയതുകൊണ്ടാണ്. കാരണം അതിനകത്ത് ഞാൻ പല വേദികളും പറഞ്ഞ് അഖിലിന് നല്ലൊരു കോമ്പറ്റീറ്റർ അതിൽ വന്നിട്ടില്ലായിരുന്നു. അഖിൽ ഒരു ലക്കി മാൻ കൂടിയാണ്. കാരണം അതിനകത്ത് നല്ല കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അഖിലിന് കിട്ടാൻ ചാൻസ് കുറവായിരുന്നു. പക്ഷേ ആ ഉള്ളതിൽ അഖിൽ തന്നെയായിരുന്നു മികച്ചത്. കാരണം ഞാൻ ആ സീസണിൽ ചലഞ്ചറായിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായാണ്. സോ അത് അഖിൽ ഡിസേർഡ് ആയിട്ടുള്ള ഒരു സീസണായിരുന്നു അത്. പക്ഷേ മറ്റ് സീസണുകളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, സെക്കൻഡ് സീസൺ ബിഗ് ബോസിൻ്റെ ഏറ്റവും പീക്ക് സീസണാണ് സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത്. പീക്ക് സീസണിലെ തുടക്കം സെക്കൻഡ് സീസണാണ്. രജിത്ത് ഏട്ടൻ ഉണ്ടായിരുന്ന സീസൺ. പുള്ളിക്കുള്ള റേറ്റിങ്ങും ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. ജനങ്ങൾ മൊത്തം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പോലും ചാനൽ പുള്ളിയെ എടുത്ത് പുറത്ത് കളഞ്ഞതാണ് ഇല്ലേ? തേർഡ് സീസണിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത ആരായിരുന്നു? ദാരുണമായിട്ടല്ലേ നമ്മൾ പുറത്ത് കളഞ്ഞത് അല്ലേ? അപ്പോൾ അന്ന് ഗെയിം ചെയ്ത പൂർണ്ണമായിട്ട് അതിൽ ഡിസേർഡ് ആയിട്ടുള്ള ആൾക്കാണോ പ്രൈസ് കൊടുത്തത്? അല്ല. അടുത്ത സീസൺ റോബിൻ എങ്ങനെ ആയിക്കോട്ടെ, പുറത്ത് പുള്ളി ടോക്സിക്, അതൊക്കെ വിഷയമല്ല. പക്ഷേ ഒരു ഷോ മേക്കർ എന്ന രീതിയിൽ ആ ബിഗ് ബോസിൽ പുള്ളി ആ ഷോ മേക്കർ ആ ഷോ കൊണ്ടുപോയത് തന്നെ റോബിനായിരുന്നു. എന്നിട്ട് പുള്ളിയെ എടുത്ത് കളഞ്ഞു. മനസ്സിലായോ? പിന്നെ ഇപ്പോഴത്തെ സീസൺ എടുത്തോ, അതിന് ഡിസേർഡ് ആയിട്ടുള്ള ആൾക്കാണോ വിൻ ചെയ്തത്? ഒരിക്കലുമല്ല. അതിനകത്ത് എത്ര നെഗറ്റീവ് എന്ന് വായിച്ചാൽ ആ ഷോ കൊണ്ടുപോയിരുന്നത് ജാസ്മിനായിരുന്നു. അപ്പോൾ ജാസ്മിനല്ലല്ലോ അതിൽ കൊടുത്തത്. അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ, അതെന്നും ഇങ്ങനെ പറയണം ആൾക്കാർ. അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അത് യഥാർത്ഥ കിട്ടേണ്ടുള്ള ആൾക്കാർക്ക് അവർ കൊടുക്കില്ല. ഇപ്പോൾ ഫസ്റ്റ് സീസൺ എടുക്കാം, സാബുവിൻ്റെ സീസൺ ആക്ച്വലി ഒരു വലിയ സീസൺ ആയിരുന്നില്ല. കാരണം ബിഗ് ബോസിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റീസിനെ ഹൈ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വന്നിട്ടാണ് അത് ചെയ്തത്. ബാക്കിയുള്ള സീസണൊന്നും വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല ചെയ്തത്. ഒന്നോ രണ്ടോ സെലിബ്രിറ്റീസ് ഉണ്ടോ, ബാക്കിയൊക്കെ പല മേഖലകളിൽ നിൽക്കുന്നത്. പക്ഷേ ആദ്യം അങ്ങനല്ല. ബിഗ് ബോസിലേക്ക് ഒരു ഫ്ലോ വരണമെങ്കിൽ, ബിഗ് ബോസ് എന്താണെന്ന് അറിയണമെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരെ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവരണം. അങ്ങനെയാണ് ആദ്യത്തെ ബിഗ് ബോസിന് നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ്. പിന്നെ അതിൻ്റെ പകുതിയുടെ പകുതി പോലും പിന്നെയുള്ള ബിഗ് ബോസിൽ ആർക്കും കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്.